ഹലോ ഗൈസ്, തള്ളല്ലേ സ്വൈപ്പാക്കിൽ ഇന്ന് നമ്മൾ പോകും നമ്മളെ കൊല്ലത്തേക്കാട്ടോ. അപ്പോൾ ഒരു പോക്ക് നമ്മളെ കൂടെ നമ്മൾ ചങ്കാളുണ്ട്. ഇത് നമ്മളെ സ്വന്തം ചേച്ചി വേറെ ലെവല്. അങ്ങനെ ഇന്ന് ഫുള്ള് എന്താ കാറിലാട്ടോ. നൈറ്റ് ഇന്നത്തെ ദിവസം ഫുള്ള് കാറിലാണ്ട് പോകും. ഇവരെല്ലാവരും പാടി ഉണ്ടായതുകൊണ്ട് മജക്കായിട്ടാണ് പോകും, ചെത്തിപ്പൊളിയായിട്ടാണ് പോകും കേട്ടോ. ഇതാണ് നമ്മൾ തസ്നിയർ, ബാക്കിൽ ഷെജി, പിന്നെ നമ്മളും ചെറിയ രീതിയിലൊരു ചെറിയൊരു പോക്ക്. അതന്നെ രാത്രി പോവാൻ വേറെ ലെവൽ തന്നെ, നന്നായിട്ട് ഉഷാറായിട്ട് കത്തിച്ച് വിടാം. റോഡ് ഫുള്ള് കാലിയാവും ആ രീതിയിലായിട്ട് പോകുന്നത്. അത് പുതിയ ഹൈവല്ലേ, ഒന്നും നോക്കിയില്ല, അടിച്ച് വിട്ട് കാച്ചി വിട്ട്. അങ്ങനെ രാത്രിയിലായതുകൊണ്ട് ഗ്ലാസ് താത്താനും വയ്യ, AC ഇടാനും വയ്യാത്തൊരവസ്ഥയായി പോയിട്ടോ. എന്തായാലും സഹിച്ച് ഇരുന്നേ പറ്റുള്ളൂ വെച്ചിട്ടാണ്ട് ഇരുന്നു പോയി. അങ്ങനെ നമ്മളെ കൂടെ നമ്മളെ ചങ്കാളൊക്കെ ഉണ്ടായതുകൊണ്ട് വല്ല ബോറൊന്നും അടിച്ചില്ല കേട്ടോ. സംസാരിച്ചിട്ട് ഇങ്ങനെ വണ്ടി അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോയി. ഒന്നാമത് എന്താ വെച്ചാൽ പുതിയ ഹൈവേ റോഡായതുകൊണ്ട് ഇതിമ്മ കയറുമ്പോൾ എന്തായാലും ലൊക്കേഷൻ വേണം കേട്ടോ. പിന്നെ നമ്മൾ ചെക്കന് ലൊക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ചെക്കന് എന്തായാലും ഇതിൽ ഡെയിലി പറക്കുന്നതാണ്. അപ്പോൾ ഓനക്ക് ഏകദേശം നല്ല റൂട്ട് അറിയേണ്ടതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ മുമ്പിൽ തന്നെ ഇരുന്നു പോയി. നമുക്കൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഫ്രണ്ടിലിരുന്നാലും മറ്റേ ഡ്രൈവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇരുന്ന് കൊടുക്കും. നമ്മൾ ഉറങ്ങി തൂങ്ങാനോ ഇതിനോ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ലെവൽ ടീം, വേറെ ലെവൽ. എല്ലാവരും ഏകദേശം നല്ല സെറ്റായിട്ട് മറ്റോ അവിടെ കിടന്നിട്ട് മറിയുന്നൊക്കെ ഉണ്ട് ഫോണിലാണ്. ഇത് നമ്മളെ ചങ്ക് തസ്നീർ. ഞങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞ് കിന്നാരം പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുപോയി വണ്ടി. ഏകദേശം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ അറിയില്ല കേട്ടോ. വർത്താനത്തിൽ പെട്ട അങ്ങനെയാണല്ലോ പൊതുവേ, നമ്മൾ അവിടെ സ്ഥലത്ത് എത്തിയാൽ പോലും അറിയപ്പെടൂല. ആ ലെവലിലാണ് പോകുന്നത്. ഓട്ടം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് ടൈം ഓടാണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം, ഇന്നത്തെ രാത്രി ഫുള്ള് വണ്ടി തന്നെ. അപ്പം നമ്മൾ ചങ്ങായിമാരുടെ ഇടയിൽ കൂടി നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കമ്പനി കൊടുത്തിട്ടാണ്ട് പോയിട്ടോ. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഡ്രൈവിങ്ങിലാക്കിക്കാണ്ട് ബാക്കി രണ്ടാൾക്കാർ ഉറങ്ങുന്ന പരിപാടി നമ്മൾ കൂട്ടത്തിലില്ല. അപ്പോൾ എന്താണ്, ഏകദേശം എത്തിയപ്പോൾ ഒരു ബോർഡ് കണ്ടിട്ടോ. ഇവിടെ നോക്കി, തിരുവനന്തപുരം 274 കിലോമീറ്റർ ഇനി ഓടാണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം കുറച്ചും പാടി ഫ്രണ്ടിലെല്ലായിട്ടല്ലേ കൊല്ലം വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പിടിക്കന്നെ അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചാണ്ട് എത്തിയിട്ട് വേണം ചായ കുടിക്കാനൊക്കെ കയറണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി ആരൊക്കെയാണ് ഉറങ്ങണത് വെടിക്കണേ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പോക്ക്. എന്തായാലും വേണ്ടിയില്ല, ചെക്കന് കമ്പനി കൊടുത്തിട്ട് ഞാനുണ്ട് ഇരുന്നു. ഏകദേശം നമ്മൾ എറണാകുളം ഭാഗത്ത് എത്തിയിട്ടോ. എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തിൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്. രാത്രിയിൽ എറണാകുളം കാണാൻ വേറെ ലെവൽ തന്നെയാണല്ലോ. പിന്നെ ഒന്നും പറയണ്ടല്ലോ. നമ്മൾ വണ്ടിൻ്റെ ഗ്ലാസ് അത്യാവശ്യത്തിന് വലിയ ക്ലിയർ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ചെറുതായ ഒരു ക്ലിയർ കുറവുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നിങ്ങളെ അവസ്ഥ എന്താ അറിയില്ല. എന്തായാലും നമ്മളൊരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈഡാക്കി നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അങ്ങനെ തസ്നീർ ചായ ഇട്ടും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്, നല്ല കാണാൻ ലുക്ക്. അപ്പോൾ ഈ കാക്കാൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ നേരെ അവിടുന്ന് വീണ്ടും നീങ്ങി. അപ്പോൾ നമ്മൾ ബാക്കിൽ കയറി. അങ്ങനെ ബാക്കത്തെ സീറ്റിൽ ചാടി കുടിച്ചാണ്ട് കയറി. ബാക്കത്തെ സീറ്റ് ഫുള്ള് ഇന്ന് എൻ്റേതാ. എന്നിട്ട് ഞാനാണ്ട് കിടന്നു. ഓല് രണ്ടാളും വർത്താനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെക്കൻ ഡാൻസ് കളിക്കുന്നുണ്ട്. വാ 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 അറേ. അങ്ങനെ കളിച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം കൊല്ലെത്തി. നമ്മൾ രാവിലെ പുലർച്ചെ കൊല്ലെത്തി. ഇതാണ് കൊല്ലം മക്കളെ, കൊല്ലത്തെ പിടിച്ചാട്ട കണ്ട്. ഈ രാവിലെ ടൈമിൽ തന്നെ അവിടെ എത്തിക്കൊണ്ട് ഇവിടുന്ന് ആകാശമൊക്കെ കാണാൻ ഭയങ്കര രസട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ മലപ്പുറത്തെ ആകാശം എന്താ അത്ര നേക്കില്ല. അതങ്ങനെയല്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ആ ടൈമിലുണ്ട് ഇരുന്നിട്ട് നോക്കി ക്യാമറ കൊണ്ട് പിടിച്ചപ്പോൾ വേറെ രീതിയായിട്ടും തോന്നി. പിന്നെ ഇങ്ങനെ ഏകദേശം നമ്മൾ ഉൾ റോട്ടിൽ ഇങ്ങനെ കയറിയിട്ട് പോകുക കേട്ടോ. ഇവിടെ ഏകദേശം നമുക്ക് ടച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഉൾറോട്ട് കൂടെ ഒന്ന് കറങ്ങിയത്. ഇവിടെയൊക്കെ എന്തെങ്കിലും കാണാനോ ഇതാക്കാനോ ഉണ്ട് വെച്ചിട്ട് ഇതിലാണ്ട് കയറി വെക്കിയതാ. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും കണ്ടിട്ട് പോകാൻ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വെക്കിയതാ ഉൾറോട്ടിന്. അങ്ങനെ ഞങ്ങൾ എന്താട്ടാറോ ഒരു മൈതാനം കിട്ടി. അങ്ങനെ ഞങ്ങൾ മൈതാനത്തിലാണ് സൈഡാക്കിയിട്ട് കുറച്ച് നേരം കണ്ണടിച്ചു. അപ്പോൾ ഇവിടെ കുറേ രാവിലെ ടൈം ആയതുകൊണ്ട് കുറേ ടീം ഓടാനും ചാടാനാണ്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് മസ്റ്റായിട്ടും ചായ വേണമല്ലോ. അപ്പോൾ ഒരു ചായക്കട കണ്ടു, അങ്ങോട്ട് പോയി. ചേച്ചീൻ്റെ ബാക്ക് കൂടി ഞാനുണ്ട് പോയി. ആ ടൈമിലുണ്ട് നമ്മൾ സ്വന്തം തസ്നീർ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടാണ്ട് നടന്നിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു കിയ ഇലക്ട്രിക് വണ്ടി. അങ്ങനെ ചെക്കന് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇരുന്നു. ഓനൊരു ഷൂട്ടിങ്ങും ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നാണ്ട് നീങ്ങി വെല്ല മന്ദം കളിച്ച് കാണും. അവിടെ നിന്നിട്ട് നീങ്ങിയിട്ട് നേരെ മാളിക്കാണ് പോയി. ഡ്രീം മാളിക്കാണ് പോയി. തസ്നീർ തന്നെ അവിടെ സപ്ലൈ മാനും. അപ്പം ഞാനും ഷജിയും തസ്നീറും അവിടെ ഇരുന്നിട്ട് ഒരു ഔലു മിൽക്കണ്ട് അടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു പോക്ക്.
ഞങ്ങളെന്ത് തിരിച്ചിട്ട് വരാനുള്ള പരിപാടി കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഏകദേശം അവിടെ കാര്യങ്ങളൊക്കെ കണ്ട് അന്ന് രാത്രി നമ്മൾ അവിടുന്ന് വണ്ടി കണ്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നേരെ ഒരു തട്ടുകട കണ്ട് അവിടെ നിന്ന് തട്ടിയിട്ട് നേരെ വീണ്ടും നമ്മൾ ഹൈവേമ്മ കൂടി ഒരു പിടുത്തം നമ്മളെ നാട്ടുകാട്ട പോകുന്നത്. അപ്പോൾ ഈ ഹൈവേ നല്ല ഉഷാറായിട്ട് ഏകദേശം നമുക്ക് നല്ല ചവിട്ടാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല കോട ഉണ്ടായിരുന്നു, രാവിലെ ആയതുകൊണ്ട് നല്ല കോടയാണ്. ഏകദേശം നമ്മളൊരു 4-5 മണി ആകുമ്പോഴത്തേന് നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടോ. നമ്മൾ ചെക്കൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ലെവൽ കൊണ്ട് നമ്മൾ അത്രക്കും ഫാസ്റ്റായിട്ട് എത്തിയിട്ടോ. 2 ടീമും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ചെക്ക ഒറ്റക്കാണ്ട് വണ്ടി ഓടിച്ച് അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സേഫായിട്ട് നമ്മളാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മളെ നാട്ടിലേക്ക് ഒരു പോക്കാണ് പോകട്ടോ. അപ്പോൾ നല്ല കോടാണ്, നല്ല കോട, മുമ്പൊക്കെ ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.